നമസ്തേ. ഏക തത്വാഭ്യാസത്തെക്കുറിച്ച് തന്നെയാണ് സൂത്രം 33 മുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി സൂത്രം 38, മറ്റൊരു ഏകതത്വത്തെക്കുറിച്ച് പറയാം. സ്വപ്ന നിദ്രാജ്ഞാനാലംബനം വാ അല്ലെങ്കിൽ അടുത്തത് എന്താണ്? സ്വപ്നം, നിദ്ര, ഗാഠമായ നിദ്ര, ജ്ഞാനം, അറിവ്, ആലംബനം അതിനെ ആശ്രയിച്ച്. സ്വപ്നത്തെയും ഗാഠനിദ്രയെക്കുറിച്ചുള്ള അറിവ്, ആ അറിവിനെയും ധ്യാനിച്ചാൽ ആ ചിത്തം ഏകാഗ്രമാവും. സ്വാത്വികമായ സ്വപ്നവും സ്വാത്വികമായ ഉറക്കവും ധ്യാനിച്ചാൽ ചിത്തം ഏകാഗ്രമാണ്. സ്വപ്നങ്ങളിൽ നിന്നോ ഗാഠനിദ്രയിൽ നിന്നോ ലഭിക്കുന്ന അറിവിനെക്കുറിച്ച് ധ്യാനിക്കുന്നതിലൂടെ മനസ്സിന് സ്ഥിരമാകാൻ വേണ്ടി കഴിയും. സ്വപ്നം എന്ന് പറയുന്നത് ചില ഉൾക്കാഴ്ചകൾ നൽകുന്നതാണ്. ചില സ്വപ്നങ്ങൾ ആഴത്തിലുള്ള സത്യം വെളിപ്പെടുത്തും. പ്രത്യേകിച്ച് നിത്യസാധകർക്ക് സ്വപ്നങ്ങളിലെ മനസ്സ് സൂക്ഷ്മമായ ചില സംസ്കാര മുദ്രകളാണ് പ്രതിഫലിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സ്വപ്നങ്ങളെയും ഏകതത്വാഭ്യാസത്തിന് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. സാത്വികമായ സ്വപ്നങ്ങൾ, സാത്വികമായ ഗാഠനിദ്ര എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. സാത്വികമായ സ്വപ്നങ്ങളിൽ ദേവതാ രൂപങ്ങൾ, ഗുരുക്കന്മാർ, ഋഷികൾ തുടങ്ങി വ്യക്തമായ ആത്മീയ ദർശനങ്ങൾ ആണ് ധ്യാനത്തിൻ്റെ സാധുവായ വസ്തുക്കളായി കാണേണ്ടത്. ഗാഠനിദ്ര എന്ന് പറയുന്നത് ആത്മബോധത്തിൻ്റെ ഒരു സൂചനയായി കാണാം. ധ്യാനത്തിൻ്റെ ഒരു സൂചനയാണ്. ആഴത്തിലുള്ള സ്വപ്നരഹിതമായ ഉറക്കം സുഖാനുഭവമാണ് നൽകുന്നത്. സുഷുപ്തിയിൽ അഹങ്കാരം അലിഞ്ഞു ചേരുന്നു, പക്ഷേ ബോധം നിദ്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ആനന്ദകരവും രൂപരഹിതവുമായ അവസ്ഥയെക്കുറിച്ച് ധ്യാനിക്കുന്നത് ശുദ്ധമായ ചിത്തത്തിലേക്കോ ബ്രഹ്മത്തിലേക്കോ പോലും നേരിട്ടുള്ള ഒരു ദർശനം നൽകുന്നു. വാചസ്പതി മിശ്ര ഇങ്ങനെയാണ് പറയുന്നത്: ഗാഠനിദ്രയുടെയോ സ്വപ്നങ്ങളുടെയോ ജ്ഞാനം പിന്നീട് ഓർമ്മിക്കുകയും ധ്യാനത്തിന് അടിസ്ഥാനമായി ഉപയോഗിക്കുകയും വേണം. ചിത്തം സാത്വികവും ശുദ്ധീകരിക്കപ്പെട്ടതുമാണെങ്കിൽ മാത്രമേ ഇത് ഉപയോഗപ്രദമാകൂ. സമാധാനവും ശാന്തതയും കൊണ്ടുവന്ന വ്യക്തമായ സ്വപ്നങ്ങളെയോ ദർശനങ്ങളെയോ കുറിച്ചാണ് ധ്യാനിക്കേണ്ടത്. ഗാഠനിദ്രയിൽ അനുഭവപ്പെടുന്ന സമാധാനത്തെയും അഹങ്കാരത്തിൻ്റെ അഭാവത്തെയും കുറിച്ചാണ് ധ്യാനിക്കേണ്ടത്. ആ ശാന്തത, ആ സ്വച്ഛത, ഗാഠനിദ്രയിൽ അനുഭവിച്ച ആ ആനന്ദം, അതിനെ തന്നെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. ആ ആനന്ദത്തെ തന്നെ ഉണർന്നിരുന്നുകൊണ്ടും പുനഃസൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ചിത്തത്തെ സ്ഥിരപ്പെടുത്തുന്നതിനും സമാധിയുടെ ആഴമേറിയ അവസ്ഥകളിലേക്ക് പ്രവേശിക്കുന്നതിനുമുള്ള സൂക്ഷ്മവും എന്നാൽ ശക്തവുമായ ഏക തത്വാഭ്യാസമാണ് ഇത്.